വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമുക്കറിയുന്നത് പോലെ യൂണിവേഴ്സിറ്റി യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സിരിയയിൽ എസ്എഫ്ഐ വൻ ഭൂരിപക്ഷം നേടി തിരിച്ചു എന്നുള്ളൊരു സത്യം. എന്നാൽ അവിടെ ഗവർണർ അവിടെ സംസാരിക്കുന്ന ഒരു കാര്യം നോക്കുന്നു. അതിൽ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയം പാടില്ല. രാഷ്ട്രീയ സമൂഹത്തിലെ ഇന്ത്യ ജനാധിപത്യ ഫാസിസ്റ്റ് രാജ്യമാണോ? ജനാധിപത്യ രാജ്യമല്ലേ? ആ ജനാധിപത്യ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പോലും രാഷ്ട്രീയം പാടില്ല എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയവും അരാജകത്വവും സ്വത്വ രാഷ്ട്രീയവും സാമ്പ്രദായിക അധിനിവേശത്തിന്റെ നിലപാടുകളും വർഗീയ ധ്രുവീകരണത്തിന്റെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാന്നല്ലേ പറഞ്ഞതിനർത്ഥം? മറ്റു മലയാളമല്ലേ? രാഷ്ട്രീയവൽക്കരണം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയമാണെന്ന് പറയാം. രാഷ്ട്രീയെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ വരേണ്ടുന്ന ഈ തലമുറ എങ്ങനെയാണ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുക? എവിടെ നിന്നാണ് രാഷ്ട്രീയം പഠിക്കാനാവുക? അപ്പോൾ തികച്ചും തെറ്റായ നിലപാടാണ് അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, ശരിയായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്. പുതിയ തലമുറയെ ശരിയായി രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പുതിയ തലമുറയാക്കി രൂപപ്പെടുത്തുകയാണ് വേണ്ടത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം. ഈ കാര്യങ്ങളാണ് സുഖമായിട്ട് പറയുന്നത്. ഈ RSS പ്രസ്താവനയിൽ മാഷ് പറഞ്ഞതാണ് വസ്തുതയെങ്കിൽ മാഷ് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ RSSുമായി കൂടിച്ചേർന്നു. നിങ്ങളുടെ അഭിമുഖത്തിൽ പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് കൃത്യമായി ഞാൻ പറഞ്ഞു. അതിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിച്ചു. ആരൊക്കെ ചേർന്നിട്ടാണ് ജനതാ പാർട്ടി രൂപം കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ അകത്ത് സോഷ്യലിസ്റ്റുകാരുണ്ട്, ജനാധിപത്യവാദികളുണ്ട്, CFPയെ പോലെ ജഗദീപ് കാലത്തിന്റെ പ്രസ്ഥാനമുണ്ട്, കോൺഗ്രസ് പാർട്ടിയുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, അതുപോലെ ജനസംഘത്തിലെ ഒരു വിഭാഗമാണ് RSS. ഇവരെല്ലാം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ സഹകരിച്ചത്. RSS ഒരു പാർട്ടിയല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പൊ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ CPM ഒരു RSSുമായിട്ട് ചേരേണ്ട പ്രശ്നം അന്നുമില്ല ഇന്നുമില്ല. എന്നാൽ ഇവരെല്ലാമായിട്ട് സഹകരിക്കുന്ന നിലപാടിലേക്ക് എത്തിയ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലമാണ് ഞാൻ അടുത്ത ഭാഗത്തിന്റെ ഭാഗമായിട്ട് വിശദീകരിച്ചത്. അതിൽ ചേർന്ന വിഭാഗത്തെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. RSSുമായിട്ട് ഒരു ബന്ധവും രാഷ്ട്രീയമായിട്ട് CPM ഇല്ല. അന്നുമില്ല ഇന്നുമില്ല നാളെയും. അന്നുമില്ല ഇന്നുമില്ല നാളെയും. ഈ സുന്ദരിയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം പിന്നീട് നടന്ന പാർട്ടി കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ച് പാർട്ടി കൂടിക്കൊണ്ട് സുന്ദരിയെ ഉൾപ്പെടാൻ അത്രയേ ഉള്ളായിരുന്നു. ഇത്ര വ്യക്തമായി മാഷ് കാര്യങ്ങൾ പറയുമ്പോൾ കാര്യം പറയാം. പക്ഷെ ഇന്നലെ ഇതൊന്നും മാഷ് അറിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ചില ആളുകൾ അതിനെ വളച്ചൊടിച്ച് നിലപാട് സ്വീകരിക്കാൻ ചെയ്യുന്നത് മാഷ് അത് പറയുമ്പോ ആ ചോദ്യം ചോദിക്കുന്ന ആള് ഇത് വിവാദമാകാൻ സാധ്യതയുണ്ട് എന്ന് അലർട്ട് തന്നിട്ട് വിവാദമാവേണ്ട ഒരു കാര്യമില്ല. ശരിയാണ്. 50 കൊല്ലം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഭാഗമായി ഇപ്പോൾ പറയേണ്ടത് പറഞ്ഞത് എതിരാണ് വിവാദമാകുന്നത്. വിവാദമാക്കാൻ ഉന്നം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ശ്രമമാണെന്നാണ് കാര്യം. ജനസംഘമായിട്ടല്ല സഹകരിച്ചത്. അന്ന് RSS ഉൾപ്പെടെയുള്ള ജനസംഘം ചേർന്ന ജനതാ പാർട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ വിശദീകരിക്കണം. നിരവധി പാർട്ടികൾ, നിരവധി ധാരകൾ എല്ലാം ചേർന്നാണ് ജനതാ പാർട്ടി ഉണ്ടായത്. അതിലൊരു ചെറിയ ന്യൂനപക്ഷം മാത്രമാണ് RSS. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം. ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് അത് 50 കൊല്ലം മുമ്പുള്ള ചരിത്രം വ്യക്തമാക്കിയതാണ്. അത് ഞാൻ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യം ഉള്ളവർക്കെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഇത് എന്താണ് വിവാദം ആവണമെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അർത്ഥമല്ലേ? 50 കൊല്ലം മുമ്പ് നടന്ന സംഭവം സംബന്ധിച്ചത് ഇപ്പോൾ വിവാദമാവണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായി നിലമ്പൂർ നിയോജകമണ്ഡലത്തിലും കേരളത്തിലും ഞങ്ങൾ ഉയർത്തിയിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന് മറുപടി പറയാൻ കഴിയാതെ UDFിനെ സഹായിക്കാൻ ഒരു നിലപാട് സ്വീകരിച്ചു മാത്രമേ പറയാൻ സാധിക്കൂ. ജമാഅത്തെ ഇസ്ലാമിന് അനുകൂലമായിട്ട് അതേ ഉള്ളൂ കാര്യം.
കാര്യവും അതിന്റെ അകത്ത് വിവാദം ഉണ്ടാക്കുന്ന കാര്യമില്ല. ഇപ്പോഴുമില്ല, അന്നുമില്ല, ഇനിയും ഉണ്ടാവില്ല. എന്നും ഞാൻ പറഞ്ഞത് നിരോധിച്ചോളുന്ന പ്രസ്ഥാനിക്കാതാവില്ല. ആ ഒരു നിലപാട് ഞാൻ ചില രാജ്യങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല, ഞാനതിനെ അനുകൂലിക്കുന്നുമില്ല, അനുകൂലിക്കുന്നില്ല. കാരണം നിലപാടെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും ഒരു ആശയത്തെയും നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതല്ല. എത്രയോ പ്രാവശ്യം നിരോധനത്തിന് വിധേയപ്പെട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാര്യത്തിലല്ലോ അത് തന്നെയാണ് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള അതേപോലെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നിങ്ങളിപ്പോ ഒരു ആശുപത്രി വിളിക്കുന്നു. അവര് ചോദിച്ചൊരു ചോദ്യം എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. രാഷ്ട്രീയ മാറ്റങ്ങൾ അതാണ് അതിന്റെ അക്ഷരമായിട്ടുള്ള കാര്യം. അങ്ങനെ എല്ലാം ഒരു ഒരേ ദിശയിൽ ഇങ്ങനെ നിൽക്കുകയല്ല. രാഷ്ട്രീയം പലതരത്തിൽ മാറുകയായിരിക്കും. മാറ്റത്തിൽ വിധായപ്പെടാതെ ഒന്നുമില്ല. അവർ എങ്ങനെയൊക്കെയാണ് മാറുന്നത് എന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ മുന്നിൽ കാണിച്ച ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതിനെ പർവ്വതീകരിക്കാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെന്ന് മാത്രമേ അത് കാണിക്കുള്ളൂ. അതാണ് സംബന്ധിച്ച് പറയുന്നത്. RSS ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നല്ലോ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങളല്ല. ഇതൊക്കെ പറയാനുള്ള RSS രാഷ്ട്രീയ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. രാഷ്ട്രീയ കുടികളെ പറ്റിയേ ഞാൻ പാടില്ല. അടിയന്തരാവസ്ഥക്കെതിരായിട്ട് മൂട് ആരോപിക്കും. അതിനെപ്പറ്റിയാ പറഞ്ഞത്. പക്ഷേ ഈ ആറന്മുള വിമാനത്താവള പദ്ധതി വന്നിരുന്ന പ്രദേശത്ത് ഇപ്പോൾ പുതിയൊരു ഇലക്ട്രോണിക്സ് പദ്ധതി വരാനുള്ള ശ്രമം നടക്കുകയാണ്. അപ്പൊ കൃഷി വകുപ്പൊക്കെ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റ് അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സിപിഐയും സിപിഎമ്മും എല്ലാം കൂടി ചേർന്ന മന്ത്രിസഭ വ്യക്തമായ തീരുമാനമെടുക്കട്ടെ. തീരുമാനത്തിന് ശേഷം നമുക്ക് നിലപാട് പറയുന്നത് കാര്യമാണ്. ഇപ്പൊ അതിന് പകുതി വന്ന ഒരു കാര്യത്തിൽ നിലവിലുള്ള കാര്യമാണ്. പക്ഷേ നിലമ്പൂർ ഇലക്ഷനിലേക്ക് പോകുമ്പോൾ BJP സ്ഥാനത്ത് വീക്കാണ്. പരമാവധി BJP വോട്ട് കിട്ടിക്കോട്ടെ. ആ ഒരു ധാരണയാണ് മാർഷൽ പറഞ്ഞത്. യുഡിഎഫിന്റെ ജമാഅത്തെ ഇസ്ലാമിന്റെ ബന്ധം അതിശക്തിയായിട്ട് രാഷ്ട്രീയ ചർച്ചയായിട്ട് വന്നപ്പോ അതിന് പകരം ഒരു ആദ്യം ഏതൊരു ഹിന്ദു മഹാസഭയോ മറ്റോ ഞങ്ങളോട് കൈപ്പിടിച്ചു പറഞ്ഞു. അത് കച്ചുപിടിക്കാതിരുന്നപ്പോ ഇപ്പൊ അവസാനം ഇതായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് പുറപ്പെടുകയാണ്. അതിന് ഒരു കാര്യമില്ല. നിലമ്പൂരിലെ ജനങ്ങൾക്ക് നന്നായിട്ട് കാര്യം മനസ്സിലായിട്ടുണ്ട്. അവരതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന വിഭാഗങ്ങളുമായി മറവിൽ സത്യമുണ്ടാക്കിയിട്ടുള്ള UDFനെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇതിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം മാഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു കാര്യം വന്നു എന്നതാണ് ഇപ്പോഴുള്ള ഒരു പ്രശ്നം. അതിപ്പം UDF രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ആ ഉപയോഗിക്കാനുള്ള മടി കൊടുത്തത് മാഷ് തന്നെയല്ലേ? അതിലേതെങ്കിലും ഒരു വീഴ്ച പറഞ്ഞതിൽ ഉണ്ടായിരുന്നു. നല്ല ഒരു വോട്ട് പോലും ഒറ്റ വോട്ട് പോലും മാത്രമേ വോട്ട് കൂടുതൽ BJPയുടെ വോട്ട് വേണ്ടാന്ന് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞത്. ഞാൻ തന്നെ നോക്കിയിട്ടില്ലോ. BJPയുടെയോ RSSന്റെയോ വോട്ട് ചെയ്യാനൊക്കെ വേണ്ട എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. ഒരു വരാൻ സാധ്യതയില്ല. ഇതിൽ നിൽക്കുന്ന ഒരു വോട്ട് നമുക്ക് അങ്ങനെ പൂർവ്വബന്ധവുമില്ല, അവർ സ്നേഹവുമില്ല. ആരോപിക്കുന്നത് കടുത്ത രാഷ്ട്രീയ എതിരാളികളുടെ പ്രചരണത്തിന് മുമ്പിൽ മാധ്യമപ്രവർത്തകരും